നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത് സ്വിറ്റ്സർലാൻഡിൻ്റെ ഭരണഘടനാപരമായ സവിശേഷതകൾ അഥവാ ഫീച്ചേഴ്സിനെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിരവധിയായ ഭരണഘടനാപരമായ പ്രത്യേകതകൾ സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് വീഡിയോയിൽ ചർച്ച ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ആദ്യത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എഴുതപ്പെട്ടതും സുദീർഘവുമായൊരു ഭരണഘടനയാണ് സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ, അമേരിക്കൻ ഭരണഘടനയുടെ മാതൃകയായിട്ട് എഴുതപ്പെട്ട ഒരു സ്വിസ് ഭരണഘടന എന്ന് പറയുന്നത് സുദീർഘമാണ്. അതുപോലെ തന്നെ ക്യാൻറ്റനുകൾക്കിടയിൽ കൃത്യമായ അധികാര വിഭജനം നടത്തുക എന്നതിനാലാണ് ഭരണഘടന സ്വിസിൻ്റേത് ഇത്രയും സുദീർഘമായത്. ഓക്കെ, എന്താണ് സ്വിസിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് എഴുതപ്പെട്ടതും അതുപോലെ തന്നെ സുദീർഘവുമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടനയുടെ മാതൃകയായിട്ട് എഴുതപ്പെട്ട സ്വിസ് ഭരണഘടന സുദീർഘമാണ്. അതുപോലെ തന്നെ ക്യാൻറ്റനുകൾക്കിടയിൽ കൃത്യമായ ഒരു അധികാര വിഭജനം നടത്തുക എന്നതിനാലാണ് ഭരണഘടന ഇത്രയും സുദീർഘമായത്. ഓക്കെ, അതുകൂടാണ്ട് സ്വിസിൻ്റെ ഭരണഘടനയിൽ മത്സ്യബന്ധനത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ നായാട്ട്, അതുപോലെ തന്നെ രോഗങ്ങൾ, അതുപോലെ കന്നുകാലി രോഗങ്ങൾ, അതുപോലെ തന്നെ ചൂതുകളി കേന്ദ്രങ്ങൾ, ലോട്ടറി എന്നിങ്ങനെയുള്ള അതിസൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ഭരണഘടനയിൽ കൃത്യമായിട്ട് വിശദമായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്വിസിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് എഴുതപ്പെട്ടതും അതുപോലെ തന്നെ സുദീർഘവുമാണ്. ഇപ്പോൾ രണ്ടാമത്തെ സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനാപരമായ പ്രത്യേകതയാണ് ഡൈനാമിക് കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് പറയുന്നതെന്ന് നോക്കിയാൽ, കാലഘട്ടത്തിനനുസരിച്ചും അതുപോലെ തന്നെ കാലത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടും ആവശ്യമായ മാറ്റങ്ങൾ സ്വിസ് ഭരണഘടനയിൽ വരുത്തിയിരിക്കുന്നുണ്ട്. അതായത് ഒരു ഭരണഘടന ഒരിക്കൽ എഴുതപ്പെട്ടത് ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടും ആ കാലഘട്ടത്തിൻ്റെ രീതികൾക്കനുസരിച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ ചില കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഭേദഗതി വരുത്തുകയും മാറ്റി എഴുതപ്പെടുകയും ചെയ്യുന്നതായിരിക്കണം ഭരണഘടന എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, അതായത് ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ ആയിരിക്കണം ആ രാജ്യത്തെ ഭരണഘടന തയ്യാറാക്കേണ്ടത്. അതായത് ആ കാലഘട്ടത്തിലെ നിയമവ്യവസ്ഥിതി, അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട്. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടും കാലത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടും ആവശ്യമായ മാറ്റങ്ങൾ സ്വിസ് ഭരണഘടനയിൽ വരുത്തിയിരിക്കുന്നുണ്ട്. അതായത് 1848 ഭരണഘടന 1874 പരിഷ്കരിക്കപ്പെട്ടു. തുടർന്ന് വീണ്ടും 1999 ആവശ്യമായ ഭേദഗതികൾ ഭരണഘടനയിൽ വീണ്ടും വരുത്തി. ഓക്കെ, അപ്പോൾ അടുത്ത സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു ഭരണഘടനാപരമായ പ്രത്യേകത എന്ന് പറയുന്നത് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്നതാണ്. ഓക്കെ, അപ്പോൾ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ദൃഢതയുള്ള ഭരണഘടനയാണ് സ്വിസിൻ്റേത് എന്ന് പറയാം. അതായത് സ്വിസ് ഭരണഘടന അയവില്ലാത്ത സ്വഭാവം പുലർത്തുന്നു. അതായത് സ്വിസ് ഭരണഘടനയിൽ ഭരണഘടനാ ഭേദഗതി വളരെ പെട്ടെന്ന് നടത്തുവാൻ സാധിക്കുകയില്ല. ഭരണഘടനാ ഭേദഗതി വളരെ സങ്കീർണമായൊരു സങ്കീർണമാണ്. ഓക്കെ, അപ്പോൾ സാധാരണ ഒരു നിയമം നിർമ്മിക്കുന്നത് പോലെ നിയമങ്ങൾ നിർമ്മിക്കാനോ അതായത് മാറ്റങ്ങൾ വരുത്തുവാനോ സ്വിസ് ഭരണഘടനയിൽ സാധിക്കുകയില്ല. സ്വിസ് ഭരണഘടന എന്ന് പറയുന്നത് റിജിഡ് സ്വഭാവം പുലർത്തുന്ന, അതായത് ദൃഢത പുലർത്തുന്ന ഒരു ഭരണഘടനയാണ്. ഓക്കെ, അപ്പോൾ സ്വിസ് ഭരണഘടന അഴിവില്ലാത്ത സ്വഭാവം പുലർത്തുന്നു. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി വളരെ സങ്കീർണമായൊരു പ്രക്രിയയാണ്. കൂടാതെ 1874 ഭരണഘടനയുടെ 3-ാം അധ്യായത്തിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് 1874 ഭരണഘടനയുടെ 3-ാം അധ്യായത്തിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യേണ്ടത് എങ്ങനെയെന്ന് സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷന് കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതായത് ഭരണഘടന പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശം സ്വിസിൽ ഫെഡറൽ അസംബ്ലിയിൽ നിന്നോ ഒരു നിശ്ചിത എണ്ണം സമ്മതിദായകരിൽ നിന്നോ ആകാം. ഓക്കെ, അപ്പോൾ ഏത് തരത്തിലായാലും സ്വിസ് സമ്മതിദായകരിൽ ഭൂരിപക്ഷം അടങ്ങിയ ജനഹിത പരിശോധനയിൽ അംഗീകരിക്കപ്പെടാതെ ഭേദഗതി നിലവിൽ വരികയില്ല. ഓക്കെ,
അപ്പോൾ എന്താണ് സ്വിസ് ഭരണഘടന അഴിവില്ലാത്ത സ്വഭാവം പുലർത്തുന്നു. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി വളരെ സങ്കീർണമാണ്. ഒരു സാധാരണ നിയമം നിർമ്മിക്കുന്ന പോലെ ഭരണഘടന ഭേദഗതി ചെയ്യാനോ അതിൽ മാറ്റം വരുത്താനോ സാധിക്കില്ല. കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. ഒരു സ്വിസ് ഭരണഘടന എങ്ങനെയാണ് ഭേദഗതി ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി 1874 ഭരണഘടനയുടെ 3-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇത് പ്രകാരം ഭരണഘടന പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഭേദഗതി ചെയ്യുവാനുള്ള നിർദ്ദേശം ഫെഡറൽ അസംബ്ലിയിൽ നിന്നോ ഒരു നിശ്ചിത എണ്ണം സമ്മതിദായകരിൽ നിന്നോ ആകാം. ഓക്കെ, അപ്പോൾ ഏത് തരത്തിലായാലും സ്വിസ് സമ്മതിദായകരിൽ ഭൂരിപക്ഷം അടങ്ങിയ ജനഹിത പരിശോധനയിൽ അംഗീകരിക്കപ്പെടാതെ ഭേദഗതി നിലവിൽ വരികയില്ല. അപ്പോൾ അടുത്ത സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു ഭരണഘടനാപരമായ പ്രത്യേകത എന്ന് പറയുന്നത് ഫെഡറലിസമാണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ സ്വിസ്സിൻ്റെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഫെഡറലാണ്. അതായത് ഭരണഘടനയുടെ 2-ാം വകുപ്പിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ അതുപോലെ തന്നെ കോൺഫെഡറേഷൻ്റെ ലക്ഷ്യവും വ്യക്തമായിട്ട് ഭരണഘടനയിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് വിദേശകാര്യം അതുപോലെ തന്നെ യുദ്ധവും സമാധാനവും കൂടാതെ കറൻസി, വാർത്താവിനിമയം, വാണിജ്യം, കൂടാതെ നികുതി സംബന്ധമായ കാര്യങ്ങൾ മുതലായവയെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. കൂടാതെ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നു. ഇപ്പോൾ സ്വിസ് ഫെഡറേഷൻ പ്രാദേശിക സ്വയംഭരണത്തെ ദേശീയ ഐക്യവുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. ഇത്തരത്തിൽ ഫെഡറൽ ഗവൺമെൻറ് കേന്ദ്രീകരണം, വികേന്ദ്രീകരണം എന്നീ ആശയങ്ങളെയാണ് സമന്വയിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു ഭരണഘടനാപരമായ പ്രത്യേകത എന്ന് പറയുന്നത് ജനാധിപത്യ ഭരണഘടനയാണ് സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ സ്വിസ് ജനാധിപത്യം കമ്മ്യൂണൽ അതുപോലെ തന്നെ കാൻറ്റണൽ അതുപോലെ തന്നെ ഫെഡറൽ എന്ന ക്രമത്തിലാണ് ഉള്ളത്. ഓക്കെ, എന്താണ് ജനാധിപത്യ ഭരണഘടനയാണ് സ്വിസ്സിൻ്റേത്. ഇത് പ്രകാരം സ്വിസ് ജനാധിപത്യം എന്ന് പറയുന്നത് കമ്മ്യൂണൽ, കാൻറ്റണൽ, ഫെഡറൽ എന്ന ക്രമത്തിലാണ്. ഓക്കെ, ഇപ്പോൾ രാഷ്ട്രീയ അധികാരത്തിൻ്റെ അടിസ്ഥാനം പ്രാദേശിക സ്വയംഭരണ അവകാശമാണ്. കൂടാതെ മാത്രമല്ല ഏറ്റവും താഴെയുള്ള ഘടകം മുതലാണ് ജനസമ്മതി നേടിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വിസ് ജനാധിപത്യത്തിന് ജനഹിത പരിശോധന ഭരണഘടനയിൽ ജനാധിപത്യത്തിന് തനതായൊരു പ്രതിച്ഛായ നൽകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഭരണഘടനയുടെ 4-ാം വകുപ്പ് അനുസരിച്ചിട്ട് നിയമത്തിൻ്റെ മുന്നിൽ അടിമകളില്ല എന്നും കൂടാതെ ജനനം, സ്ഥലം, വ്യക്തി, കുടുംബം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള ആനുകൂല്യങ്ങളും ആർക്കും തന്നെ ഉണ്ടായിരിക്കുകയുമില്ല. ഓക്കെ, അപ്പോൾ ജനാധിപത്യ ഭരണഘടനയാണ് സ്വിസ്സിൻ്റേത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്വിറ്റ്സർലാൻഡിൻ്റെ മറ്റൊരു ഭരണഘടനാപരമായ പ്രത്യേകത എന്ന് പറയുന്നത് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ സ്വിസ് പൗരന്മാരെ ഏകപക്ഷീയ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് സ്വിസ് ഫെഡറൽ ഭരണഘടന നിരവധിയായ വകുപ്പുകൾക്ക് രൂപം നൽകിയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വ്യക്തികളുടെ അവകാശങ്ങളും അതുപോലെ തന്നെ ചുമതലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട 2 ഡസൻ വകുപ്പുകൾ തന്നെ ഭരണഘടനയിലുണ്ട്. ഓക്കെ, എന്താണ് സ്വിസ് പൗരന്മാരെ ഏകപക്ഷീയ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് സ്വിസ് ഫെഡറൽ ഭരണഘടന നിരവധിയായ വകുപ്പുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വ്യക്തികളുടെ അവകാശങ്ങളും ചുമതലകളുമായി ബന്ധപ്പെട്ടിട്ട് 2 ഡസൻ വകുപ്പുകളാണ് സ്വിസ് ഭരണഘടനയിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്വിറ്റ്സർലാൻഡിൻ്റെ മറ്റൊരു ഭരണഘടനാപരമായ പ്രത്യേകത എന്ന് പറയുന്നത് സ്വിറ്റ്സിൻ്റെ നിഷ്പക്ഷതയാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ 4 നൂറ്റാണ്ടുകളേറെയായിട്ട് ഒരു നിഷ്പക്ഷ രാഷ്ട്രമാണ് സ്വിസ്. ഓക്കെ, അപ്പോൾ 2 ലോക മഹായുദ്ധങ്ങളുടെ വിനാശ ഫലങ്ങളിൽ നിന്ന് അവയെ സംരക്ഷിച്ചത് തന്നെ ഈ നിഷ്പക്ഷതയാണ്. ഓക്കെ, അപ്പോൾ സ്വിസ് ജനതയിലെ ഭൂരിപക്ഷവും ഈ നിഷ്പക്ഷതയെ തങ്ങളുടെ ദേശീയ നിലനിൽപ്പിൻ്റെ പ്രധാന കാരണമായിട്ടാണ് വിലയിരുത്തുന്നത്. ഓക്കെ, അപ്പോൾ സ്വിസ്സിൻ്റെ നിഷ്പക്ഷത എന്നതും സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു ഭരണഘടനാപരമായ പ്രത്യേകതയാണ്. അടുത്ത സ്വിറ്റ്സർലാൻഡിൻ്റെ മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫീച്ചർ എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ സ്വിസ് ഭരണഘടന നമ്മൾ നേരത്തെ പറഞ്ഞു റിജിഡാണ് എന്നത്. ഓക്കെ, അപ്പോൾ സ്വിസ് ഭരണഘടന അയവില്ലാത്തതിനാൽ ഭേദഗതി ചെയ്യാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണവും ബുദ്ധിമുട്ടേറിയതുമാണ്. മാത്രമല്ല 1874 ഭരണഘടനയുടെ 3-ാം അധ്യായത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമായിട്ട്
പരാമർശിച്ചുമുണ്ട്. അതായത് സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനാ ഭേദഗതി പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ആവും. ഓക്കെ, അതായത് സ്വിസ് ഭരണഘടന അയവില്ലാത്തതിനാൽ ഭേദഗതി ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ വളരെയധികം സങ്കീർണമാണ്. അതുപോലെ തന്നെ 1874 ഭരണഘടനയുടെ 3-ാം അധ്യായത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ചിട്ട് ഭരണഘടനാ ഭേദഗതി പൂർണ്ണമായിട്ടോ ഭാഗികമായോ ആകും. ഓക്കെ, ഭരണഘടന പൂർണ്ണമായിട്ടോ ഭാഗികമായോ ഭേദഗതി ചെയ്യണമെങ്കിൽ അതിനുള്ള നിർദ്ദേശം ഫെഡറൽ അസംബ്ലിയിൽ നിന്നോ അതായത് ഒരു നിശ്ചിത എണ്ണം സമ്മതിദായകരിൽ നിന്നോ ആകാം. ഓക്കെ, അപ്പോൾ ഏത് തരത്തിലായാലും സ്വിസ് സമ്മതിദായകരിൽ ഭൂരിപക്ഷം അടങ്ങിയ ജനഹിത പരിശോധനയിൽ അംഗീകരിക്കപ്പെടാതെ ഒരു ഭരണഘടനാപരമായ ഭേദഗതിയും നിലവിൽ വരികയില്ല. ഓക്കെ, അപ്പോൾ ഭരണഘടനാപരമായ ഭേദഗതി എന്ന് പറയുന്നത് സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊവിഷൻ ഓഫ് 3-fold സിറ്റിസൺഷിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ സ്വിസ്സിലെ പൗരൻ അദ്ദേഹത്തിന് 3 തരത്തിലുള്ള പൗരത്വമുണ്ട്. അതായത് പ്രൊവിഷൻ ഓഫ് 3-fold സിറ്റിസൺഷിപ്പാണ്. അതായത് സ്വിസ്സിലെ പൗരന് അദ്ദേഹം ജീവിക്കുന്ന കമ്മ്യൂണിലെയും അതുപോലെ തന്നെ ക്യാൻറ്റനിലെയും ഫെഡറേഷൻ്റെയും പൗരത്വം ഉൾക്കൊള്ളുന്നു. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിലെ അംഗത്വം ഇല്ലെങ്കിൽ മറ്റ് 2ലെയും പൗരത്വം അദ്ദേഹത്തിന് ലഭിക്കില്ല. ഓക്കെ, അടുത്ത സ്വിസ്സിൻ്റെ മറ്റൊരു ഭരണഘടനാപരമായ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലൂറൽ ആൻഡ് നോൺ പാർട്ടീഷ്യൻ എക്സിക്യൂട്ടീവാണ്. ഓക്കെ, എന്താണ് പ്ലൂറൽ ആൻഡ് നോൺ പാർട്ടീഷ്യൻ എക്സിക്യൂട്ടീവ്? അപ്പോൾ ഇത് പ്രകാരം സ്വിസ്സിലെ എക്സിക്യൂട്ടീവ് ബഹു അംഗങ്ങൾ അടങ്ങിയതാണ്. ഓക്കെ, എന്താണ് സ്വിസ്സിലെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ബഹു അംഗങ്ങൾ അടങ്ങിയതാണ്. അതായത് 7 പേരടങ്ങിയ ഫെഡറൽ കൗൺസിലാണ് സ്വിസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് സെപ്പറേറ്റ് ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സ്വിസ്സിലെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ബഹു അംഗങ്ങൾ അടങ്ങിയതാണ്. അതായത് 7 പേരടങ്ങിയ ഫെഡറൽ കൗൺസിലാണ് സ്വിറ്റ്സർലാൻഡിലെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇത് പ്രകാരം ഒരാൾ പ്രസിഡൻ്റ് ആകുമ്പോൾ അടുത്തയാൾ വൈസ് പ്രസിഡൻ്റായി മാറുന്നു. കൂടാതെ അടുത്ത വർഷം വൈസ് പ്രസിഡൻ്റായി മാറുകയും വേറെ ഒരാൾ വൈസ് പ്രസിഡൻ്റായിട്ട് മാറുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ 7 അംഗങ്ങൾക്കും തുല്യമായ അവകാശങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സ്വിസിൻ്റെ പ്രധാനപ്പെട്ട ഭരണഘടനാ പ്രത്യേകതകൾ. അതായത് എഴുതപ്പെട്ടതും സുദീർഘവുമായ ഭരണഘടനയാണ്. അതുപോലെ തന്നെ ഡൈനാമിക് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫെഡറലിസം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനാധിപത്യ ഭരണഘടനയാണ് സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ ദി റൈറ്റ്സ് ഓഫ് സിറ്റിസൺ, പൗരന്മാർക്ക് അവകാശങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വിസ് ഒരു നിഷ്പക്ഷതയാണ് സ്വിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതായത് സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത 2 ലോക മഹായുദ്ധങ്ങളിൽ നിന്നും സ്വിസിനെ സംരക്ഷിച്ചതും ഈ നിഷ്പക്ഷത തന്നെയാണ്. അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി വളരെയധികം സങ്കീർണമായ പ്രക്രിയയാണ് സ്വിസിൻ്റേത്. അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് 3-fold സിറ്റിസൺഷിപ്പാണ്. അതായത് സ്വിസ്സിലെ പൗരന് 3 തരത്തിലുള്ള പൗരത്വമുണ്ട്. അതായത് അദ്ദേഹം ജീവിക്കുന്ന കമ്മ്യൂണിലെയും ക്യാൻറ്റനിലെയും ഫെഡറേഷൻ്റെയും പൗരത്വം അദ്ദേഹം ഉൾക്കൊള്ളുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാലും മറ്റു 2 ലഭിക്കുകയില്ല. അതുപോലെ തന്നെ പ്ലൂറൽ ആൻഡ് നോൺ പാർട്ടീഷ്യൻ എക്സിക്യൂട്ടീവാണ് സ്വിസ്സിൽ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫീച്ചറിനെ പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.